ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ചില സിറ്റുവേഷനിൽ റെക്കോർഡ് ചെയ്യാൻ മറന്നു പോകും, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ എനിക്ക് പറ്റത്തില്ല, ആ സമയത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കത്തില്ല. അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ കുറച്ച് വീഡിയോ ഉണ്ടല്ലോ, പക്ഷെ ആ ഒരു റെക്കോർഡ് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്യാനും തോന്നത്തില്ല. അപ്പോൾ അത് എനിക്ക് യൂട്യൂബിൽ ഇടണമെന്ന് തോന്നുമ്പോൾ ഞാൻ ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ കുറേ വീഡിയോ റെക്കോർഡ് ചെയ്ത് കാണും, അതെല്ലാം കൂടെ ഒന്നിച്ചാക്കി എഡിറ്റ് ചെയ്താണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ടൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എനിക്ക് ചില സമയങ്ങളിൽ പറ്റുന്നില്ല റെക്കോർഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. വീട്ടിലൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് വീഡിയോ പോയിക്കൊണ്ടിരിക്കും. പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ സിറ്റുവേഷനും കൂടെ നോക്കണമല്ലോ, അതിനനുസരിച്ചായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇന്ന് ഇവിടെ എല്ലാവർക്കും ലീവാണ്. അപ്പോൾ കോളേജ് ലീവായതുകൊണ്ട് ഞാനും മോളും വിചാരിച്ചു വന്നാൽ മമ്മിയുടെ അടുത്തേക്ക് പോകാമെന്ന്. ഹസ്ബൻഡിന് ഓഫീസിൽ പോവേണ്ടി വന്നതുകൊണ്ട് ഹസ്ബൻഡ് ഉച്ചയൊക്കെ ആകുമ്പോൾ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീട്ടിൽ നിന്നൊരു 10 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുത്തിങ്ങനെ സ്റ്റാൻഡ് കയ്യിലുള്ള സമയത്താണെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ അല്ലാതെ നമ്മളിങ്ങനെ മൊബൈൽ വച്ചിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ കൈ കുറേ കഴിയുമ്പോൾ നല്ല വേദനയായിരിക്കും. അതുകൊണ്ട് ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ അധികം പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പം വിചാരിക്കുന്ന എടുക്കാമായിരുന്നു എന്നുള്ളത്. നല്ല നല്ല മൊമെൻറ്റ്സുകൾ നമ്മൾ ക്യാമറയിൽ പകർത്തുമ്പോൾ നാളെ അത് കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തു നിന്നൊക്കെ ഇറങ്ങി ആ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കണ്ണാടിക്ക് പകരം ക്യാമറ യൂസ് ചെയ്യുന്ന ഒരു പരിപാടി എനിക്ക് എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ മുടിയൊക്കെ ശരിയാക്കി എനിക്കും ഈ ഭാഗത്തുള്ള ഞങ്ങളെ വീടിൻ്റെ ഭാഗത്തുള്ള റോഡാണ്. മോള് എപ്പോഴും കോളേജിൽ നിന്ന് വരുന്ന അതേ സെയിം വഴി. ഇന്ന് ഈ ഭാഗത്തൊന്നും വലിയ ആളുകളെ ഒന്നും അത്ര കാണുന്ന ലീവായത് കൊണ്ടാവാം, പക്ഷെ അതുകൊണ്ട് ഞാനും വിചാരിച്ചു അങ്ങോട്ടൊക്കെ ട്രാഫിക്കൊക്കെ കുറച്ച് കുറവായിരിക്കുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച മാതിരിയായിരുന്നില്ല, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. ഉച്ചയ്ക്ക് മുന്നേ തന്നെ ഞങ്ങൾ അവിടെ എത്തി. പിന്നെ മമ്മിയോട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു, ഡാഡിയോടും മമ്മിയോടും. മമ്മി നല്ല അടിപൊളി സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു മീൻ കറി, പുളിശ്ശേരി, പച്ചടി, അച്ചാറ്, പപ്പടം ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഹസ്ബൻഡ് എത്തിച്ചേർന്നത്. പിന്നെ ഹസ്ബൻഡ് ചോറൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ കിന്നാരടിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വൈകുന്നേരം ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടെ വീട്ടിലേക്ക് പോയി. ഇത് അടുത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അന്ന് എനിക്ക് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രീ ആയിരുന്ന ദിവസം എനിക്ക് ഒരു ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഞാൻ സാധാരണ ചെയ്യുന്നതാണ്. ഫോട്ടോ ഫ്രെയിം ഒക്കെ ഒത്തിരി മേടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാശാവും. അപ്പോൾ ഞാൻ സാധാരണ കാർഡ്ബോർഡുകൾ കിട്ടുമ്പോൾ ഞാൻ തന്നെ ഫ്രെയിമുകൾ ഉണ്ടാക്കി അത് ഒട്ടിച്ചെടുത്ത് പഴയ ഫോട്ടോകളൊക്കെ വെക്കുമ്പോൾ ഒരു ഓർമ്മയാണ്. അപ്പോൾ മോളുടെ ചോറൂണിൻ്റെ ഫോട്ടോ, പിന്നെ 28ൻ്റെ ഫോട്ടോ, പിന്നെ ബർത്ത്ഡേയുടെ ഫോട്ടോ, അങ്ങനെയൊക്കെ ഉള്ള ഫോട്ടോസുകളൊക്കെ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ വേസ്റ്റ് സാധനങ്ങൾ ഞാൻ എപ്പോഴും ഇതുപോലെ ഓരോന്നൊക്കെ സൂക്ഷിച്ച് വയ്ക്കും. ഷെല്ലുമാരികൾ, അപ്പോൾ നട്ട്സിൻ്റെ ഷെല്ലാണ്, അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ഗോൾഡൻ കളർ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. പക്ഷെ ഞാനിവിടെ എനിക്ക് ഇതുപോലെ തന്നെ കാണുന്നതാണ് ഇഷ്ടം. പക്ഷേ ചിലതൊക്കെ കറുത്തിരിക്കും, അതുകൊണ്ട് തന്നെ നോക്കി എടുത്തിട്ട് വേണം നമ്മൾ ഒട്ടിക്കാൻ. പിന്നെ അതിൻ്റെ സൈസും പല പല തരം സൈസായിരിക്കും. അപ്പോൾ അത് ഒക്കെ നോക്കി ആദ്യം നമ്മൾ വെച്ച് സെറ്റ് ചെയ്യുക, അതിന് ശേഷം ഒട്ടിച്ചെടുക്കാവൂ. കാരണം ഒട്ടിക്കുന്ന സമയത്ത് ഓരോന്നോരോന്ന് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് അനുസരിച്ച് വരത്തില്ല. ആദ്യം ഷേപ്പ് അനുസരിച്ചുള്ള എല്ലാം അവിടെ വെച്ച് കറക്റ്റ് ആവുന്നുണ്ടോ നോക്കുക. അതിന് ശേഷം എല്ലാം കറക്റ്റ് ആയതിന് ശേഷം അത് ഒട്ടിച്ചെടുക്കുമ്പോൾ എല്ലാം നല്ല സെയിം ഷേപ്പിൽ വരും. അപ്പോൾ ഇത് ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇരിക്കുന്നതിൻ്റെ പിറകു വശത്തെ ചുമര് കുറച്ച് കാലിയായിട്ട് കണ്ടു. ശരി, അവിടെ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളൊരു ഇത് വന്നപ്പോൾ എനിക്ക് എനിക്ക് പഴയ ഫോട്ടോകളൊക്കെ ഇങ്ങനെ വെച്ച് പിന്നീട് അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഓരോന്നൊക്കെ ചെയ്യാറുണ്ട്. മുകളിലും ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ മുകളിൽ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തെടുത്തതാണ്. ഒരു ഫ്രെയിമിനൊക്കെ 600 രൂപയൊക്കെ വരും. അപ്പോൾ അത് ഒരുപാട് ഫ്രെയിമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുമ്പോൾ ഒരുപാട് കാശ് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നമ്മുടെ ഫോട്ടോസൊക്കെ വെച്ച് വേണമെങ്കിൽ അതിൻ്റെ മുകളിലുള്ളത് ചീത്തയാവാതിരിക്കാൻ വേണമെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് മേടിച്ച് അത് കവർ ചെയ്ത്, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ ഷീറ്റൊന്നും ചെയ്തില്ല, ഇങ്ങനെ ഫോട്ടോ ഒട്ടിച്ചെടുത്തു കാർഡ്ബോർഡിൽ. ഇതുപോലെ ഞാൻ അത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ 4-5 ഫ്രെയിം അതുപോലെ ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലൂ ഗണ്ണ് ഞാൻ ഒരുപാട് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. സംഭവം നല്ല സൂപ്പർ സാധനമാണ്. പക്ഷെ അത് ആ ചൂടാവുമ്പോൾ ഉരുകി വരുന്ന സമയങ്ങളിൽ ഒട്ടിച്ചൊട്ടിച്ചെടുക്കണം. അതുപോലെ കയ്യിൽ കൊള്ളാതിരിക്കുക, കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ലോണം പൊള്ളുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഫ്രെയിം മേടിച്ച് ഇതുപോലെ ചെയ്തുകൂടെ എന്ന് ചിന്തിക്കുന്നവരൊക്കെ കാണുമായിരിക്കാം. പക്ഷേ ഇവിടെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കൈവച്ച് തന്നെ നമ്മളത് ചെയ്ത് നമ്മൾ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ, നമ്മളെ വീട് അലങ്കരിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിനൊരു സന്തോഷമാണ്. നമ്മൾ ചെയ്തിട്ട് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ചിലതൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ചില സമയത്ത് ശരിയാവും, ചില സമയത്ത് ശരിയാവില്ല. പക്ഷേ ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരുപാട് മുന്നേ ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട്. അങ്ങനെ ഞാൻ ഇത് ഒരുവിധം 3 സൈഡും ഞാൻ ഒട്ടിച്ചെടുത്തു. ഇനി ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ ഈ ഒരു ഫ്രെയിം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല പേഷ്യൻസ് വേണം, കുറേ നേരം ഇരുന്ന്. ശരിക്കും എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഹസ്ബൻഡും മോളും പോയി കഴിഞ്ഞാൽ എങ്ങനെയാ ടൈം പോകണമെന്നുള്ളത്. ഇതുപോലെയുള്ള ഒരു കാര്യങ്ങളിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടൈം പോകുന്നു നമ്മൾ അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മുന്നേ ഗ്ലൂ ഗണ്ണ് ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ വന്ന് വീണ് കൈയിൻ്റെ തൊലിയെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇത് വാങ്ങി വെക്കുന്നവരോടും കൃത്യമായിട്ട് കറക്റ്റായിട്ട് ഉപയോഗിക്കുക. കാരണം കറണ്ടിൽ വന്ന് അത് നല്ല ചൂടായിരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു ഷോക്ക് പോലെയോ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അത് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക, പുതിയത് വാങ്ങുക. അത് കൃത്യമായിട്ട് ചെയ്യുക. നമ്മൾ ഒരു കാര്യം ചെയ്ത് അപകടം വരുത്തി വയ്ക്കരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാനത് ഒട്ടിച്ച് കഴിയുന്നതോടുകൂടെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് വരികയാണ്. കാരണം നല്ല ഭംഗിയുണ്ട്. ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷെല്ലെന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ നമുക്ക് അലങ്കരിക്കാനും ഒക്കെ ഞാൻ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നല്ല പശ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ ഇളകിപ്പോകത്തില്ല. ചിലത് കുറേ കാലം ശേഷം ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് ഈ ഒരു കണ്ടീഷനിൽ വന്നിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്കറിയാം എന്ത് ഭംഗിയായിട്ടായിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ഫോട്ടോസൊക്കെ നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഇത് എത്രയോ വർഷം മുന്നേ ഉള്ളൊരു ഫോട്ടോസുകളാണ്. എന്ത് രസമാണ് കാണാൻ. അപ്പോൾ അതിൻ്റെ മുന്നേ പഴയ ഒരു ഇതിൽ ഞാൻ ചെയ്തതിൽ 2-3 എണ്ണം ഇതുപോലെ ഇളകിപ്പോയി. അപ്പോൾ അതും കൂടെ ഞാൻ ഫിക്സ് ചെയ്യാണ്. അതിനനുസരിച്ചുള്ള ഷെല്ലെടുത്തിട്ട് അതുപോലെ ഞാൻ ഫിക്സ് ചെയ്യാണ്. അപ്പോൾ ഇത് നമ്മൾ ചുമരിലേക്ക് ഫിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ ഡബിൾ ടാപ്പ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം വരാറുണ്ട്. ഞാൻ പണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ, ഒരു 4-5 വർഷം മുന്നേ ഡബിൾ ടാപ്പാണ് ഉപയോഗിച്ചത്. ഡബിൾ ടാപ്പ് പിന്നീട് പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഇളക്കിയപ്പോൾ ചുമരിൻ്റെ പീസോട് കൂടെ ഇളകിപ്പോന്നു. എന്ന് വെച്ചാൽ അത് ചുമര് അത്രയും ഡാമേജ് ആവുന്നൊരു സംഭവമാണെന്ന് എനിക്കതിലൂടെയാണ് മനസ്സിലായത്. അതിന് ശേഷം ഞാൻ ഇതുവരെ ഡബിൾ ടാപ്പ് യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ചെറിയ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഡബിൾ ടാപ്പ് യൂസ് ചെയ്യാന്നല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചുമരിൽ എന്തെങ്കിലും ഒട്ടിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ ഞാൻ 2 എണ്ണം ഓൾറെഡി ഒട്ടിച്ചു കഴിഞ്ഞു. പിന്നെ അത് ഒട്ടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു ടാപ്പ് വരുന്നുണ്ട്. ആ ടാപ്പ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇളക്കുമ്പോൾ അത് നാളെ ചുമരിന് ഒരു ഡാമേജും വരത്തില്ല. ഇപ്പോൾ ഇത് കാർഡ്ബോർഡിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ ഇത് ഞാൻ ശരിക്ക് ഓൺലൈനിൽ നിന്ന് കുറച്ച് കാലം മുന്നേ, ഇപ്പം ഒരുപാട് കാലമായിട്ട് ഞാനിത് മേടിച്ച് വെക്കാറുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പശയാണ്. അതേമാതിരി ഇത് ചുമരിൽ ഒട്ടിച്ച് കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷം നമ്മൾ ഇളക്കുമ്പോൾ നമുക്ക് ഒരു ഡാമേജും ഇല്ലാതെ നമുക്ക് ഇളക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഡബിൾ ടാപ്പ് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. ഇതേപോലത്തെ ടാപ്പ് മേടിച്ച് 4 വർഷം ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒട്ടിക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഒട്ടിക്കണം. കാരണം നല്ല വെയിറ്റുള്ളതൊക്കെ ആണെങ്കിൽ കുറച്ച് നിൽക്കണമല്ലോ, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പം ഒരുപാട് ഇതേപോലത്തെ ടാപ്പുകൾ നമുക്ക് ഓൺലൈനിൽ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് മേടിച്ചിട്ട് ഇതുപോലെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ കാർഡ്ബോർഡിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് ഇതേപോലെ ചുമരിലേക്ക് ഞാൻ 2 എണ്ണം ഓൾറെഡി ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് 3-മത്തെയാണ്. അപ്പം
ഞാനിവിടെ ആദ്യം മോള് വയറ്റിലുള്ളപ്പം 7-ാം മാസത്തിൻ്റെ ഫോട്ടോ, പിന്നെ അത് കഴിഞ്ഞിട്ട് 28 ഒരു മാസം ആയപ്പോൾ ഉള്ള ഫോട്ടോസ്, പിന്നെ ഉള്ളത് ചോറുണ്ട്. ഈ 3 ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഇടയിൽ ഒരു ഡ്രോയിങ് ഒക്കെ വരച്ച് നല്ല അടിപൊളിയാക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തായാലും ഇന്നത്തെ എൻ്റെ ഒരു പരിപാടിയാണ്. അപ്പം ഇത് ഇന്ന് തന്നെ എല്ലാം ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഇന്ന് കുത്തിയിരുന്ന് എല്ലാം ഒട്ടിച്ചെടുത്ത് ഞാൻ ലാസ്റ്റ് അത് ചുമരിലേക്ക് ഒട്ടിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് ഉള്ള സന്തോഷം അത് പറയാതെ വയ്യ, അത്രയ്ക്ക് സന്തോഷമാണ്. കാരണം നമ്മളെ കൈകൊണ്ട് തന്നെ ചെയ്ത് നമ്മൾ ആ ഒരു സ്പേസിനെ നമ്മൾ ഭംഗിയാക്കുമ്പോൾ അത് പിന്നീട് നമുക്ക് നമ്മളെടുക്കുന്ന വീഡിയോസിലോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ട് പറയുമ്പോഴോ അല്ലെങ്കിൽ നല്ല ഭംഗിയുണ്ടെന്ന് പറയുമ്പോഴോ ഒക്കെ എന്തോ ഒരു സന്തോഷമാണെന്നറിയോ. കാരണം നമ്മളായിട്ട് ചെയ്യുന്നത് ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇതാകുമ്പോൾ കാശ് ചിലവില്ല. ഒരു വലിയ ഫ്രെയിം ഫോട്ടോസെല്ലാം ഇതുപോലെ ഫ്രെയിം ചെയ്ത് എടുക്കണമെങ്കിൽ എങ്ങനെയായാലും നമ്മൾ നല്ല പൈസ കാശ് കയ്യിൽ നിന്ന് പോക്കിയാലേ ആ ഒരു ഇത് വരത്തുള്ളൂ. ഇത് നമുക്ക് നമ്മളുടെ സന്തോഷത്തിന് ഇതേപോലെ ഫ്രെയിം ചെയ്ത് നമ്മൾ തന്നെ ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പം ഞാനതിൻ്റെ അളവ് നോക്കുകയാണ്. അത് കറക്റ്റായിട്ട് ആ ഒരു സ്ഥലത്ത് വരാൻ വേണ്ടിയിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ടാപ്പൊക്കെ വെച്ച് അളക്കണം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു അളവിലെടുക്കുക. ചിലപ്പോൾ ഒക്കെ തെറ്റാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞ് പിന്നെ ഇളക്കി പിന്നെ ഒട്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് ഒട്ടിച്ചെടുക്കുക. ഞാൻ എന്തായാലും കറക്റ്റ് സ്ഥലത്ത് ഒട്ടിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ഒരു ചെറിയ പന്തികേടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ലല്ലോ. പിന്നെ ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഒരു ചെറിയ ഒരു ഇതെല്ലാം അവിടെ ഇവിടെ ഒട്ടിയിട്ട് വരുന്നുണ്ട്. അതൊക്കെ ഞാൻ എടുത്തു കളഞ്ഞു. അപ്പോൾ ഈ ഒരു സ്പേസ് എൻ്റെ ഒരു ഐഡിയ അനുസരിച്ച് പഴയ ഫോട്ടോ വയ്ക്കാനുള്ള ഒരു അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇപ്പോഴൊന്നും ആണി അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആണി അടിക്കാതെ തന്നെ ഫോട്ടോസുകൾ തൂക്കാനും എല്ലാം ഉള്ള ക്ലിപ്പുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് അത് ഇളക്കിയെടുക്കാനും പറ്റുന്ന രീതിയിലുള്ള കാരണം നമ്മൾ ആണിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വാരം അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുപോലെ അത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് തന്നെയുള്ള ക്ലിപ്പുകൾ വരാൻ തുടങ്ങി. അതിനനുസരിച്ചുള്ള സ്റ്റിക്കറുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തില്ല എന്ന് ചോദിക്കാനല്ലോ, എല്ലാം ഉണ്ട്. അതാണ് അതിന് പറയാനുള്ളത്. അപ്പോൾ ഓൺലൈനിൽ നമുക്ക് കിട്ടാത്ത സാധനങ്ങളില്ല. വില കുറഞ്ഞിട്ട് തന്നെ അതെല്ലാം കിട്ടും. പക്ഷെ അതിന് കുറച്ച് കാര്യങ്ങൾ ഐഡിയ ഒക്കെ വേണം. അപ്പോൾ ഞാനിത് ഒട്ടിച്ചിട്ട് ഞാൻ അതിൻ്റെ ഭംഗി നോക്കി കുറച്ച് നേരം ഇങ്ങോട്ടൊക്കെ നിന്ന് ഞാൻ അതിൻ്റെ ഭംഗി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നീട് ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് വന്നപ്പോൾ അതിൻ്റെ ഭംഗി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഫ്രിഡ്ജിൻ്റെ മുകളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനം മേടിച്ചായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ ഹാൻഡിൽ മേലെ വെക്കാനാണ്. പക്ഷേ എനിക്ക് ഫ്രിഡ്ജ് എൻ്റെ വേറെ ടൈപ്പ് ആയതുകൊണ്ട് അതെനിക്ക് യൂസ് ആവില്ല. ഇത് ഫ്രിഡ്ജിൻ്റെ മുകളിൽ വിരിക്കാനാണ്. പക്ഷേ ഇത് ഇങ്ങനെ തന്നെ എവിടെയെങ്കിലും തൂക്കിയിട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കാണാൻ എന്ത് രസമാണ്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വയ്ക്കാവുന്ന ഷീറ്റാണ് ഇത്. പക്ഷേങ്കിൽ വന്നപ്പോൾ ഇച്ചിരി വളഞ്ഞിട്ടൊക്കെയാണ് വന്നത് കേട്ടോ. അതാണ് ചില സമയത്ത് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡാമേജൊക്കെ ഉണ്ടാവും. ഇത് ശരിക്കും വളഞ്ഞ് ഒടിഞ്ഞൊക്കെയാണ് വന്നിരിക്കുന്നത്. ശരി, കുഴപ്പമില്ല എന്നുള്ളത്. ഇതെനിക്ക് നോക്കിയപ്പോൾ ഫ്രിഡ്ജിൻ്റെതിനേക്കാൾ സ്പേസ് കുറച്ചുകൂടെ ആ സ്പേസ് കുറവാണ് ഫ്രിഡ്ജിൻ്റെ അകത്ത്. അപ്പോൾ ഇത് വലുതാണ്. ശരി, അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ആ കളറും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളത്, ഞാൻ ഇതുപോലെ മീഷോയിൽ ഫ്ലിപ്കാർട്ടിൽ വില കുറഞ്ഞ് വരുന്ന സമയങ്ങളിൽ മാത്രമേ ഞാൻ ഓർഡർ ചെയ്യാറുള്ളൂ. ഇതുപോലുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ഓർഡർ ചെയ്ത് അത് ഒന്ന് ഓർഡർ ചെയ്ത് കുറേ കഴിയുമ്പോൾ ഞാൻ അതേപോലത്തെ വേറൊരു മോഡൽ ഓർഡർ ചെയ്ത് വെക്കും. അങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കുന്ന രീതിയിലാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഹാങ്ങിങ് എന്ന് പറയുന്ന, ഈ മുത്തുകൾ കൊണ്ടുള്ള ഹാങ്ങിങ് എന്ന് പറയുന്നത്. എനിക്ക് ഭ്രാന്താണ് സത്യം പറഞ്ഞാൽ, പറയാതെ വയ്യ. ഇതുപോലുള്ള മുത്തുകൾ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നതും, അതേപോലെ പണ്ട് ഞാൻ ബാംഗ്ലൂർ വെച്ചിട്ട് ആണ് ഇതുപോലത്തെ ഒരു സാധനം ഒരു ഇതിന് 30 രൂപ അങ്ങനെയായിരുന്നു ആ ബാംഗ്ലൂരൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്, ഗ്ലാസിൻ്റെ ടൈപ്പ്. ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഇങ്ങനത്തെ കിട്ടുന്നുണ്ട്. എനിക്കിത് ഒത്തിരി ഇഷ്ടമാണ്. ഇതുപോലത്തെയുള്ള ഈ കർട്ടനേക്കാൾ കൂടുതൽ ഇതുപോലെ തൂങ്ങി നിൽക്കുന്ന ഇങ്ങനത്തെ ഹാങ്ങിങ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇതുപോലത്തെ കിട്ടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും വാങ്ങി വെക്കും. അത് എനിക്ക് പല കളറൊക്കെ ആകുമ്പോൾ നമ്മളുടെ കർട്ടൻ അനുസരിച്ച് മാറ്റിയൊക്കെ ഉപയോഗിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ കാണുന്ന ഹാങ്ങിങ് ഉണ്ടല്ലോ, ഇത് ഈ ഗ്ലാസിൻ്റെ ടൈപ്പ്. ഇത് ഞാൻ ബാംഗ്ലൂർ വെച്ച് മേടിച്ചാണ്, ഒരു പീസിന് 30 രൂപ വെച്ചിട്ട്. ഇത് കുറച്ച് 3-4 വർഷങ്ങൾക്ക് മുന്നേ മേടിച്ചതാണ്. അതിനുശേഷം ഞാൻ പിന്നെ പോയി ഫ്രിഡ്ജിന് ആ വാങ്ങിയ സാധനമൊക്കെ ഒന്ന് ഫിക്സ് ചെയ്തു. കാരണം ക്യാമറ എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനമൊക്കെ വെക്കണമെങ്കിൽ വെക്കാം. ആ രീതിയിലാണ് ഇതിൻ്റെ ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് യൂസ് ആവില്ല, കാരണം ഫ്രിഡ്ജ് കുറച്ച് ചുമരിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുക. അതേപോലെ ഇതിൻ്റെ അകത്ത് ആണ് പിന്നീടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതുപോലെ ഷീറ്റ് പോലെ 3-4 അത് ഓരോ ഫ്രിഡ്ജ് പോലെയാണ്. എന്തായാലും അവരുടെ ഹാൻഡിലിനുള്ളത് എനിക്കിതിൽ ഇവിടെ വയ്ക്കാൻ പറ്റില്ല, എൻ്റെ ഹാൻഡിൽ വ്യത്യാസമുണ്ട്. ഇതെനിക്ക് എൻ്റെ ഫ്രിഡ്ജിൽ സെറ്റ് ആവില്ല. അപ്പോൾ ഹാൻഡിൽ മറ്റേ നല്ല വേറെ രീതിയിലൊക്കെയുള്ള പഴയ ഫ്രിഡ്ജുകൾക്കൊക്കെ അത് പറ്റത്തുള്ളൂ. പിന്നെ ഉള്ളത് ഇതേപോലെ ഷീറ്റ്, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫ്രിഡ്ജിനേക്കാളും വലുതാണ്. സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇത് 4 ഉണ്ട്. അപ്പോൾ 3 എനിക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ 3 എടുത്ത് വെച്ചു. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് വന്ന ടെഡി ബെയറിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ കളറും ഒക്കെ ആയിട്ടായതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇതുപോലെ വിരിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലെ സാധനങ്ങളിൽ വെക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീഴുകയാണെങ്കിൽ നമുക്കിതെടുത്ത് കഴുകാനൊക്കെ എളുപ്പമാണ്. പിന്നെ ഫ്രിഡ്ജിൻ്റെ അകം ഒന്ന് കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ പല മോഡലുകളുണ്ട്. അപ്പോൾ ഇതിലും 4-മത്തത് പിന്നെ ഞാൻ ഫുള്ള് കട്ട് ചെയ്ത് സൈഡിലെല്ലാം ഒന്ന് ചെയ്ത് വെച്ചു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.